പോത്തിനെന്ത് ഏത്തവാഴ എന്നൊരു ചൊല്ലുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ മാറ്റിയാൽ താലിബാൻ എന്ത് ഇൻ്റർനെറ്റ് എന്ന് ചോദിക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിൽ ഇൻ്റർനെറ്റ് ടെലികോം സേവനങ്ങൾ രാജ്യവ്യാപകമായി ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. നെറ്റ് ബ്ലോക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഫ്ഗാനിസ്ഥാനിലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ 1% കൂപ്പുകുത്തി. പൂർണ്ണമായ ബ്ലാക്ക് ഔട്ടിലേക്കാണ് ആ രാജ്യം നീങ്ങുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു നിരോധനം. ആദ്യം അതിവേഗ സേവനം നിർത്തി, പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറച്ചു, ഇപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. ആശയവിനിമയം മുതൽ ബാങ്കിംഗ്, വാണിജ്യ മേഖലയും വ്യോമഗതാഗതവും ഏറെക്കുറെ പൂർണ്ണമായും താറുമാറായി. ഇൻ്റർനെറ്റ് നിരോധിക്കാൻ കാരണമെന്തെന്ന് താലിബാൻ നേതൃത്വം ഔദ്യോഗികമായി വിശദീകരണമൊന്നും നൽകിയിട്ടില്ലെങ്കിലും സദാചാര നിയമങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇൻ്റർനെറ്റ് നിരോധനം ഔദ്യോഗികമായി തന്നെ താലിബാൻ സർക്കാർ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് പഴയ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ തേഞ്ഞു പോയെന്നും അവ മാറ്റി സ്ഥാപിക്കുകയാണെന്നുമാണ് ഇതിനുള്ള വിശദീകരണമായി നൽകുന്നത്. ഇൻ്റർനെറ്റ് അധാർമികമാണെന്നാണ് താലിബാൻ്റെ വിലയിരുത്തൽ. നിലവിൽ അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളിൽ 12 വയസ്സിനു മേലെയുള്ള പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിച്ച രാജ്യത്ത് പെൺകുട്ടികളുടെ ഏക ആശ്രയമായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം. ഇപ്പോൾ അതും തകർന്നു പോയിരിക്കുന്നു. മതസദാചാരവും മതധാർമ്മികതയും മുഖ്യമുദ്രാവാക്യമായി മുന്നോട്ട് വെക്കുന്ന ഗ്രൂപ്പുകൾ ലോകത്തെവിടെയും ഭീഷണിയാവുകയാണ്. മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കെന്നൊക്കെയാണ് ലോകത്തെവിടെയും ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇത്തരം നീക്കങ്ങളെ വിശദീകരിക്കുന്നത്.